കാശ്മീർ ട്രിപ്പിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഗുൽമാർഗ് ആൻഡ് സോനമാർഗ്. അതിൽ ഗുൽമാർഗ് എന്ന് പറയുന്നത് ഗുലാബ് അല്ലെങ്കിൽ മെഡോ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. ഇതൊന്നും വെച്ച് പിടിപ്പിച്ചതല്ല, നമുക്ക് നടക്കാൻ തോന്നില്ല അതുപോലെ. കാട്ടിലായാലും എവിടെയായാലും നമ്മൾ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിലും നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഫ്ലവേഴ്സാണ് ഇങ്ങനെ നമ്മളെ വരവേൽക്കാനായിട്ട് നിൽക്കുന്ന പോലെ. മഞ്ഞ, ചുമപ്പ്, അതുപോലെ റോസ്, പിങ്ക് കളർ റോസ്, വൈറ്റ് കളർ റോസ് കൊല കൊല കൊലയായിട്ട് ഇങ്ങനെ വഴിയരികിൽ മുഴുവൻ കാട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ്. നമുക്ക് ക്യാമറയിലൊന്നും ഇതിൻ്റെ ഭംഗി ഒപ്പിയെടുക്കാനേ പറ്റില്ല. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സ്റ്റെപ്സാണ്. അവിടെ ഒരു അരുവി പോകുന്നുണ്ട്, അരുവിയിലേക്കുള്ള വഴിയാണത്. ഇതാണ് അരുവി. ഇനി ഇവിടെ കാണുന്ന വേറെ എപ്പോഴും ഏതൊരു സ്ഥലത്ത് ചെന്നാലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ കുതിരകൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും. നമ്മൾ വേറൊരു രാജ്യത്താണെന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. ഇവിടെ മിക്കവാറും ആൾക്കാർ കുതിരേനെയാണ് യൂസ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യാനായാലും അതുപോലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാനായിട്ടായാലും ഒക്കെ. പിന്നെ ഞങ്ങൾ പോയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവദാരു, ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, ദേവദാരു പൂത്തു, ആ പാട്ട്, അതാണ് ഓർമ്മ വന്നത്. അതിൻ്റെ വലിയൊരു കുറേ ഏരിയ നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവൻ ഈ ദേവദാരുവിൻ്റെ വൃക്ഷങ്ങൾ കാണാം. അപ്പോൾ കണ്ടാൽ നമുക്ക് പൈനാണെന്ന് നമ്മൾ സംശയിച്ചു പോവും. അതുപോലെയാണ് അതിൻ്റെ ഇലകളൊക്കെ. കാരണം പൈൻ്റെ ആയാലും മഞ്ഞ് വീഴുമ്പോൾ അതിങ്ങനെ വീണ് പോകാനായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഇലകൾ. അപ്പോൾ ഈ ദേവദാരു ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മരം, അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ദേവദാരു കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൽ നിന്നൊരു ചെറിയ കമ്പൊക്കെ എടുത്തു. അപ്പോൾ ആ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു അത് നമ്മളൊരു കവറിൽ നന്നായിട്ട് ഒരു തുണിയിലോ, ഇതാണ് ദേവദാരുവിൻ്റെ ആ ഒരു മരം തുണിയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മണമായിരിക്കും എന്ന് പറഞ്ഞു. ഇതിൻ്റെ മരം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബോട്ട് പോലെയുള്ള ഇത് ഉണ്ടാക്കാനായിട്ടാണ്. വർഷങ്ങളായാലും കേടാവില്ല എന്നാണ് പറയുന്നത്. ഇതായിരുന്നു ഞങ്ങൾ ദേവദാരുവിൻ്റെ ആ ഒരു കമ്പ് കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ. മണമൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ ഫ്രോസൺ ലേക്ക് ഉണ്ട്, എപ്പോഴും അത് അങ്ങനെ ഫ്രീസായി എടുക്കുള്ളൂ. അതുപോലെ ഗോണ്ടോളയുണ്ട്, പക്ഷെ അതിലൊന്നും പോകാനൊന്നും പറ്റിയില്ല. ഇത് ഹോളിഡേയ്സ് ആയിരുന്നു, അതൊന്നും പോയില്ലെങ്കിലും ഇത്രയും കാഴ്ചകൾ തന്നെ ധാരാളമായിരുന്നു കണ്ണിന്. അത്രയും ഭംഗിയായിരുന്നു, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഹോഴ്സിൻ്റെ മുകളിലും നമുക്ക് ഈ മൗണ്ടനിലേക്ക് പോകാൻ, അവിടെ സ്നോ ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക്. ഇതവിടെ നടക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത ഫ്ലവേഴ്സാണ്, വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്. ഇതെല്ലാം റോഡ് സൈഡിലും അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴിയരികിന് പോകുമ്പോൾ തന്നെ കാണുന്ന ഫ്ലവേഴ്സാണിത് മുഴുവൻ. ഇതായിരുന്നു വഴിയരികിന് കണ്ട റോസാപ്പൂവ്. ഇത് പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ശരിക്കും റോസ് തന്നെയാണ്. അതിന് മുള്ള് വരെയുണ്ട്. കാടിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം, റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. നമുക്ക് പറിക്കാം, കാണാം. ഇതുപോലെ ഇതിപ്പോൾ ഒറ്റ ഫ്ലവേഴ്സേ ഉള്ളൂ, പക്ഷെ കൊല കൊലയായിട്ട് കിടക്കുന്ന ഫ്ലവേഴ്സ് ഒത്തിരി കണ്ടായിരുന്നു ഓൺ ദ വേയിൽ.